ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒന്നാമത്തെ അധ്യായവും മൂന്നാമത്തെ അധ്യായവും പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് വൃത്തങ്ങളും കോണുകളും, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ആദ്യം ആ ഇൻട്രൊഡക്ഷനിൽ എന്താ പറയണത് വെച്ചാൽ, ഒരു സർക്കിള്, ആ സർക്കിളിൽ രണ്ട് ചാപങ്ങൾ അല്ലെങ്കിൽ കോഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്താൽ ഉണ്ടാവുന്ന കോണും ആ സർക്കിളിൻ്റെ സെൻറ്റർ ആംഗിൾ, കേന്ദ്ര കോണും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ്. ഈ സെൻറ്റർ ആംഗിൾ എത്രയാണോ, ഇതാണ് സെൻറ്റർ ആംഗിൾ, അതായത് സർക്കിളിൽ സെൻറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യണത്. സെൻറ്റർ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഈ ചാപങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന കോണ്. അല്ലെങ്കിൽ തിരിച്ച് പറയുകയാണെങ്കിൽ ഈ കോൺ എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും സെൻറ്റർ ആംഗിൾ എന്ന് പറഞ്ഞാൽ. നോക്കി നോക്കാം. ഇഫ് വി ജോയിൻ ദ end of an arc to a point of the circle, we get half the central angle. വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ചാപത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലേക്ക് യോജിപ്പിച്ചാൽ കേന്ദ്രകോണിൻ്റെ പകുതി കോൺ കിട്ടും. കേന്ദ്രകോണിൻ്റെ പകുതി ആയിരിക്കും ഈ ചാപങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന കോണ്, അല്ലെങ്കിൽ ഈ കോണിൻ്റെ ഇരട്ടിയായിരിക്കും കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ. ഇത് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പേജ് നമ്പർ 36 ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചാപം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ. താഴത്ത് ചിത്രം കൊടുത്തിട്ടുണ്ട്, ചിത്രം നോക്കാം. ഇതാണ് ചിത്രം. ഈ ചിത്രത്തിലെ ഈ ചാപവൃത്തം എത്ര ഭാഗമാണ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇത് ചാപങ്ങൾക്കിടയിലുള്ള കോൺ അറിയാം. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സെൻട്രൽ ആംഗിള് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? അത് തന്നെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ ചാപങ്ങൾക്കിടയിലെ കോൺ എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ കോൺ ഉണ്ടാവുക. അപ്പോൾ സെൻട്രൽ ആംഗിൾ കിട്ടി. എത്രയാണ്? 40ൻ്റെ ഇരട്ടി 80 ഡിഗ്രി. അപ്പോൾ കേന്ദ്രകോൺ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 80 ഡിഗ്രി. 2 × 40 ഡിഗ്രി സമം 80 ഡിഗ്രി എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ചാപം ഈ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപത്തിൻ്റെ ഭാഗമാണ് കണ്ടുപിടിക്കാനുള്ളത്. ചാപത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് ആർക്ക് ഈക്വൽ ടു, അതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, കേന്ദ്രകോൺ എത്രയാണോ അതിനെ 360 ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ കേന്ദ്രകോൺ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി, സെൻട്രൽ ആംഗിൾ ബൈ 360 ഡിഗ്രി. നമുക്ക് സെൻട്രൽ ആംഗിൾ എത്രയെന്ന് അറിയാം? 80 ഡിഗ്രി ബൈ 360 ഡിഗ്രി. ഇനി സെൻട്രൽ ആംഗിൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ മുന്നുണ്ടായിരുന്ന കോണിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 2 × 40 ഡിഗ്രി ബൈ 40 കൂടെ 360 കിട്ടണം. അപ്പോൾ 40ൻ്റെ മൾട്ടിപ്പിൾ എത്ര കിട്ടുക? 4 × 9 36. അപ്പോൾ 9 × 40 ഡിഗ്രി. ഇനി ഇതിൽ നമുക്ക് ഈ 40ഉം ക്യാൻസൽ ചെയ്ത് പോവാം. ബാക്കി ഇവിടെ എത്രയുള്ളത്? 2/9. അപ്പോൾ ഈ ചാപവൃത്തം എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പറയുക? 2/9 ഭാഗമാണ്. ഇത് നമ്മൾ മുന്നേ റൂള് പഠിച്ച് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ് ആ റൂൾ പ്രകാരമാണ് ഇവിടെ 80 ഡിഗ്രി വന്നിട്ടുണ്ടാവുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു കമ്പി രണ്ടായി മടക്കി അതിൻ്റെ മൂല ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിൻ്റെ 1/10 ഭാഗം അതിനുള്ളിൽ പെട്ടു. ഇതേ കമ്പിയുടെ മൂല വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാകുക? മറ്റേതെങ്കിലും വൃത്തത്തിലെ ബിന്ദുവിൽ ചേർത്ത് വെച്ചാലോ? When the corner of a bent wire was placed at the center of a circle 1/10 of the circle was contained within it. If the corner of this wire is placed on a point of the circle as in the second picture, what fraction of the circle would it contain? What if it is placed at a point
one another circle as in the third picture. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു കമ്പി ഉണ്ട്. ആ കമ്പി മടക്കിയിട്ട് സർക്കിളിൻ്റെ സെൻറ്ററിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ചേർത്ത് വെച്ചപ്പോൾ ആ കമ്പിയുടെ ഉള്ളിൽ 1/10 ഭാഗം ഉൾപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാം ചോദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ആംഗിൾ എത്രയാണ് വരിക, കേന്ദ്ര കോണ് എത്രയാണ് വരിക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാം ചിത്രത്തിൽ ഇതേ ആദ്യ ചിത്രത്തിൽ ഈ കോണ് സെൻറ്ററിലാണ്. രണ്ടാം ചിത്രമാകുമ്പോൾ ഈ കോണ് സർക്കിളിൻ്റെ മുകളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് എത്ര ഭാഗം വരും? മൂന്നാം ചോദ്യം ഇതേപോലത്തെ മറ്റൊരു ചിത്രം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിൽ സെൻറ്റർ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്ര കോണാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഴുതി ആംഗിൾ ഓഫ് ദി കോർണർ ഓഫ് ദി വയർ, അതായത് ഈ വയറിൻ്റെ മൂലയിലുള്ള കോണ്. അപ്പോൾ കമ്പിയുടെ മൂലയിലുള്ള കോൺ, കമ്പിയുടെ മൂലയിലുള്ള കോൺ അല്ലെങ്കിൽ മൂലയിലെ കോൺ ഏതാണ്? സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്ര കോണാണ്. സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്ര കോൺ അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എത്ര ഭാഗമാണെന്ന് അറിയാം നമുക്ക്. 1/10 ഭാഗം 1/10 × 360 ഡിഗ്രി. ഇനി ഇവിടെ ഒരു 0 ഉണ്ട്, ഒരു 0 ഉണ്ട്. ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി 1 × 36 36 36/1 36 ഡിഗ്രി. അതാണ് ഈ മൂലയിൽ ഉണ്ടാവുന്ന കോൺ, അതായത് ഇത് 36 ഡിഗ്രി. ഇനി നമുക്ക് രണ്ടാം ചിത്രത്തിൽ ഇത് എത്ര പാർട്ടാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ കിട്ടി കമ്പി ഈ സെൻറ്ററിൽ വെച്ചപ്പോൾ ഇവിടുത്തെ ആംഗിൾ 36 ഡിഗ്രി ആയിരുന്നു. അത് ഈ വൃത്തത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ച്, അപ്പോൾ ഇത് എത്രയായിരിക്കും? 36 ഡിഗ്രി. ഇനി ഇത് എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവണ കേന്ദ്ര കോണ് എന്ന് പറഞ്ഞാൽ 36ൻ്റെ ഇരട്ടി എത്രയാണ് വരിക? 36ൻ്റെ ഇരട്ടി 72 ഡിഗ്രി. നമുക്കിത് എത്ര പാർട്ടാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എഴുതാം ഫ്രാക്ഷൻ ഓഫ് ആർക്ക് ബിറ്റ്വീൻ വയർ between wire equal to central angle by 360 degree. സെൻട്രൽ ആംഗിൾ കിട്ടി 72 ഡിഗ്രി ബൈ 360 ഡിഗ്രി. ഇനി 72ഉം 360ഉം 72 9 × 8 72 9 × 40 എത്രയാണ്? 360. ഇനി ഈ 9ഉം ക്യാൻസൽ ചെയ്ത് ബാക്കി 8/40 വരും. 8ഉം 40ഉം 8ൻ്റെ ഗുണനപ്പട്ടികയിൽ പോവും. 8 × 1 8, 8 × 5 40. ഈ 8ഉം ക്യാൻസൽ ചെയ്ത് ബാക്കി 1/5 ഭാഗമായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. 1/5 പാർട്ട്. അടുത്തത് മൂന്നാമത്തെ ചിത്രം, സെയിം ചിത്രം തന്നെയാണ്. വൃത്തം ഒന്ന് ചെറുതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എത്രയാണ്? 36 ഡിഗ്രി. ഇവിടെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 72 ഡിഗ്രി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കമ്പിക്കിടയിലെ വൃത്തത്തിൻ്റെ ഭാഗം, കമ്പിക്കിടയിലെ വൃത്തത്തിൻ്റെ ഭാഗം, fraction of arc between wire. നേരത്തെ അതേ ആംഗിൾ തന്നെ ആയിരിക്കും. എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ നേരത്തെ കിട്ടിയ എത്രയായിരുന്നു? 1/5. അപ്പോൾ ഈ ഭാഗവും 1/5 വരിക. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതുവരേക്കും ബായ്.